മാഷോട് എന്താ കാണിച്ചത്? ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ നീ പുറത്തേക്ക് ഇറങ്ങി എന്താ ചെയ്യാം? സത്യമായിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം ഉണ്ട് വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാറ്റ്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന്. കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ കണ്ടോ? അധ്യാപകന് നേരെ കൊലവിളി നടത്തുന്നത് നിങ്ങൾ കണ്ടോ? ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതി കണ്ടോ? തൃക്കാല ആനക്കര HSS സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഇവൻ. ഇവൻ്റെ ഫോണ് ടീച്ചർ മേടിച്ചു വെച്ചു. അതിനെ തുടർന്നാണ് ഈ പയ്യൻ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്നത്. എന്താണല്ലേ? ഇവൻ എന്താ പറഞ്ഞേ? ആ ടീച്ചറിനെ കൊല്ലുമെന്നുള്ള ഒരു ഭീഷണിയാണ് അവൻ പെടുത്തിയിരിക്കുന്നത്. ആ ടീച്ചർ മൊബൈലിൽ ഇത് പിടിച്ചതിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ടീച്ചറിനെ തട്ടുമെന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ പോക്ക്? അപ്പോൾ അവൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു വന്നിട്ട് ആ ഫോൺ എടുത്തോണ്ട് പോകുന്നുണ്ട്. ആ ഫോൺ ഇനി പോലീസുകാരുടെ കൈ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമായിരിക്കും. അമ്മ അതുകൊണ്ടായിരിക്കും ആ ഫോൺ എടുത്ത് മാറ്റിയത്. പ്രത്യേകിച്ച് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു പങ്ക് വലുത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേരെ ശ്രദ്ധിക്കണം. ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, ഇവരുടെ മെൻറ്റാലിറ്റി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ദിവസവും കണ്ടുവരുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, സുബൈദ എന്ന് പറയുന്ന ഒരു അമ്മയെ വളരെ മൃഗീയമായിട്ടാണ് ആ ചെറുക്കൻ കൊന്നത്. അവനും മയക്കുമരുന്നിൻ്റെയും ഈ കഞ്ചാവിൻ്റെയൊക്കെ അടിമയാണ്. ഈ പയ്യൻ എന്താണ് ഇങ്ങനെ കാട്ടുന്നത്? പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ? നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ടീച്ചർമാർ നല്ല അടി തരും. ഇന്ന് അതിനുള്ള ഒരു അവസരം പോലുമില്ല. കുട്ടികളെ വഴക്ക് പറയാൻ പോലും ടീച്ചർമാർക്ക് പറ്റാത്തൊരു അവസ്ഥയാണ്. അതുപോലെ തന്നെ വീട്ടിലായാലും ഇത് തന്നെ അവസ്ഥ. വഴക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് മക്കൾക്ക് സ്നേഹമില്ലാതായി മാറുന്നു. മക്കൾക്ക് വൈരാഗ്യബുദ്ധി. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേന് അവരോട് ദേഷ്യം. ഇതൊന്നുമല്ല, ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ്. ഇതിലും അപ്പുറമായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ചെറിയ ചില വീഡിയോകൾ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നു. അപ്പോൾ മാത്രം നമ്മൾ ചിന്തിക്കുന്നു. 10-20 വർഷത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മക്കൾ വെളിയിലിറങ്ങുമ്പോഴേ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, എങ്ങനെ ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, നാട്ടിലെ നിയമങ്ങൾ എങ്ങനെ പാലിക്കണം എന്നുള്ള ചെറിയ ചെറിയ ബേസിക് സാധനങ്ങൾ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് വിദ്യാഭ്യാസം കൊണ്ടുള്ള ഒരു മേൽമ? വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ പൊളിച്ചടുക്കി എഴുതേണ്ട കാലങ്ങളായില്ലേ? ഇല്ലേ? ഇങ്ങനെയാണോ കുട്ടികളെ നിങ്ങൾ പഠിച്ചു വളരേണ്ടത്? നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങളുടെ ഗുരുക്കന്മാരോടും നിങ്ങൾ പെരുമാറുന്നത് ഇങ്ങനെയാണോ? നിന്റെ ഫോൺ പിടിച്ചു വെച്ചതിന് നീ ആ ഗുരുവിനെ കൊല്ലുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയല്ലോടാ. നീയൊക്കെ എവിടുത്തെ മക്കളാടാ? വീട്ടിലിനെക്കാട്ടിലും കൂടുതൽ നീ നിൽക്കുന്നത് നിന്റെ സ്കൂളുകളിലാണ്. അവിടെ ചെല്ലുമ്പോൾ നിന്റെ മാതാപിതാക്കൾ ഈ പറയുന്ന ഗുരുക്കന്മാരാണ്. അപ്പോഴവർ പറയും, ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യും. അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കണം. നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ ഒരു കാലം കഴിഞ്ഞ് നീ നല്ലൊരു ഗതിയിലായി കഴിഞ്ഞാൽ നീ പറയുന്ന ടീച്ചർമാരെയോ ഒന്നും നീ തിരിഞ്ഞു നോക്കില്ല. അവർ നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നതെന്നുള്ളൊരു ബോധം നിനക്കുണ്ടാകണം. എൻ്റെ പൊന്നു ചെറുക്ക, നീ ആ ഭീഷണിപ്പെടുത്തിയില്ലേ ആ സാറിനെ വെളിയിലിറങ്ങുമ്പോൾ നീ കൊന്നുകളയുമെന്നൊക്കെ? എന്തിനാ ഈ ചെറുപ്രായത്തിലെ പോയി ജയിലിൽ കിടക്കണേ? കുറച്ചൊക്കെ ബോധം വെച്ച് സുബോധത്തോടെ ജീവിക്കാൻ പഠിക്കും. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്നുള്ളൊരു ബോധമൊക്കെ നിങ്ങൾക്ക് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും